വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ NCERT സിലബസ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പെർട്ടിക്കുലർലി നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് മാറ്റർ എന്താണെന്ന് നമുക്കറിയാം, എന്നാൽ മാറ്ററിന്റെ അകത്തേക്ക് അത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മാറ്റർ കമ്പോസ്ഡ് ഓഫ് അല്ലെ. അതായത് മാറ്റർ എന്താണെന്ന് നമ്മൾ നമ്മുടെ 5 to 7 ക്ലാസ്സസിലായിട്ടാണ് പഠിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6th ലും 7th ലും ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു. മാറ്ററിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, മാറ്റർ എന്ന് വിളിക്കാം. പക്ഷെ അവിടെ രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എന്തിനേയും വിളിക്കാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം രണ്ട് പോയിന്റുകൾ. അത് ഏതൊക്കെയാണ്? യെസ്, എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ അല്ലെ. അപ്പൊ മാറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? യെസ്, അതായത് ഒക്യുപ്പൈ ചെയ്യാൻ അതിന് സ്പേസ് വേണം, അതുപോലെ തന്നെ അതിന് മാസ് ഉണ്ട്. ഈ രണ്ട് കാര്യവും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അപ്പൊ ഈ പറയുന്ന മാസ് എന്നത് കൊണ്ട് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഗിവ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെ. അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു മാറ്ററിന്റെ ഡെഫിനിഷൻ പറയുന്നതിൽ മാസിനെ നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്യുന്നത്. ഇനി ഒക്യുപ്പൈ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു വോളിയം ആണ്. സ്പേസ് ഒക്യുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം അല്ലെ. അപ്പൊ വോളിയോ മാസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതായത് ഒക്യുപ്പൈ ചെയ്യാൻ, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ പെൻസിൽ, ഇതിന് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്. കാര്യം ഇതിന് എന്ത് വേണം? ഇതിനൊരു സ്പേസ് ആവശ്യമാണ്, ഇതിനൊരു ഒരു വോളിയം ഉണ്ട് അല്ലെ. ഇതിനെ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ അത്രയും സ്പേസ് ഇത് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ഇതിനൊരു മാസം ഉണ്ട്. സോ ഇതൊരു മാറ്റർ ആണ്. ഞാനും നിങ്ങളൊക്കെ ഒരു മാറ്റർ ആണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. അപ്പൊ ഈ മാറ്ററിന്റെ അകത്തേക്ക് നമ്മൾ പോവാണ്. അതാണ് നമ്മൾ എടുത്തത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, വാട്ട് ഈസ് മാറ്റർ കമ്പോസ്ഡ് ഓഫ് അല്ലെ. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മാറ്ററിന്റെ അകത്തൊക്കെ എന്താണ് ഉള്ളത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആൻസറിലേക്ക് പോവാണ്. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്. ഈ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ പറ്റിയും ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റും ഇത് എങ്ങനെയാണ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം, അതിലേക്കൊക്കെ നമ്മൾ വരും. അവിടെയൊക്കെ ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം വരുന്ന പോയിന്റ് നമ്മൾ കൃത്യമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളത് സെറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഈ ക്ലാസ് 8 CBSE ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സോ എന്താണ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, ഒരു സിമ്പിൾ ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ ഈ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കും അറിയാം, നമ്മളിപ്പോ ചോക്ക് എടുത്തു. ചോക്ക് ഒരു മാറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു മാറ്റർ ആണ് അല്ലെ. അപ്പൊ ആ ചോക്കിനെ ഞാൻ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ അതിനെ ജസ്റ്റ് ഒന്ന് അതിലൊരു ക്രാക്ക് വരുത്തി ഞാൻ അതിനെ പൊട്ടിച്ചു. 2 പീസായി അല്ലെ. വീണ്ടും ഞാൻ അതിനെ പൊട്ടിച്ചു, ഒരുപാട് കുഞ്ഞു കുഞ്ഞു പീസസ് എനിക്ക് കിട്ടി. എഗെയിൻ ഞാൻ അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി അല്ലെ. എനിക്കിങ്ങനെ മുറിച്ചപ്പോഴൊന്നും റെഡി ആയില്ല. ഞാൻ വീണ്ടും 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 അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ചെയ്ത് ഫൈനലി എനിക്കിതാ പൗഡർ പോലെ അല്ലെ, വളരെ ഫൈൻ പൗഡേഴ്സ് എനിക്ക് കിട്ടുവാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ആദ്യം എടുത്ത ചോക്കും അത് മുറിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഓരോ പോർഷനും നിങ്ങൾ നോക്കുക. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചോക്കിനെ ഞാൻ ഇങ്ങനെ പീസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, നമുക്കറിയാം അല്ലെ. നമ്മൾ കട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, അതിന്റെ സൈസ് മാറുന്നുണ്ട്. എന്നല്ലാതെ അവിടെ ആ ഒരു കെമിക്കലി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മാറ്ററിന് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. സോ അതിനെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാ പറയുന്നത്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഒന്നും അല്ല അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലെ. അതിനെ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ
ഞാനിങ്ങനെ പീസാക്കി ഗ്രൈൻഡ് ചെയ്ത് എടുത്ത സമയത്ത് സ്റ്റിൽ എന്റെ കയ്യിലുള്ളത് എന്ത് തന്നെയാണ്? ചോക്കിന്റെ അല്ലെ, ആ മാറ്റർ എന്ന് പറയുന്നത് ചോക്ക് തന്നെയാണ്. അല്ലടാ, ഈ ചോക്കിൽ എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെയല്ലേ? ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും എനിക്ക് വേറെ ന്യൂ സബ്സ്റ്റൻസിനെ ഒന്നും എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സോ ഇതിനകത്തുനിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വൺ ഹോൾ പീസ് ഓഫ് ചോക്ക് വാസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്മോളർ യൂണിറ്റ്സ് അല്ലെ. ഒരു ചോക്ക്, ഇതിപ്പോ ഒരു ചോക്ക് ആണെങ്കിൽ ഈ ചോക്കിനകത്തുള്ളത് എന്താണ്? ഈ ചോക്കിന്റെ തന്നെ സ്മോളർ ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഈ ബിഗ് ചോക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മിസ് പറയാണ് കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഏത് മാറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ യൂണിറ്റ്സിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓഫ് ദാറ്റ് മാറ്റർ അല്ലെങ്കിൽ ദാറ്റ് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഈസ് ദ ബേസിക് യൂണിറ്റ് ദാറ്റ് മേക്സ് അപ്പ് എ ലാർജർ പീസ് ഓഫ് എ സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ. ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, അതൊരു മാറ്റർ ആയിരിക്കും അല്ലെ. അത് ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ചോക്ക്, ദ ഗ്രെയിൻസ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ ആർ നോട്ട് ദ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് ബിഗർ റോക്സ്. എന്താ പറയുന്നത്? നമുക്കൊരു എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്, നമുക്കറിയാം വലിയ റോക്സ് ഉണ്ട്, അതൊക്കെ പൊടിഞ്ഞിട്ടാണ് നമുക്ക് സാൻഡും ക്ലേയും ഒക്കെ കിട്ടുന്നത്. സോ നമ്മളിപ്പോ ഞാൻ ചോക്ക് പൊടിച്ചപ്പോൾ എനിക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ കിട്ടിയതുപോലെ ആ റോക്കിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ല ഈ സാൻഡും ക്ലേയും ഒന്നും. എനിക്ക് അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അങ്ങനെ ഫൈൻ പൗഡേഴ്സ് ആക്കാൻ പറ്റും. ആൻഡ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അതിനകത്ത് ഫർദർ ആയിട്ട് ഈ പറയുന്ന പോലെ മുറിച്ച് കളയാൻ ഒന്നും പറ്റില്ല. അതിന് അറ്റ്മോസ്റ്റ് അല്ലേ സ്റ്റേജിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടാവും അതിനെ. അപ്പൊ എനിക്ക് കിട്ടുന്ന ആ പീസിനെയാണ് അല്ലെങ്കിൽ അപ്പൊ എനിക്ക് കിട്ടുന്ന ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിളിക്കേണ്ടത്. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വലിയ ഒരു മാറ്റർ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ബോധമാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടും അല്ലെ നമുക്ക് ആവശ്യമുള്ളത്. സോ നമുക്കറിയാം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു. ഇതെന്ന് പറയുമ്പോൾ ഇത് എന്താണ് സാധനം? ഇത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉള്ള, ഞാനിപ്പോ എന്റെ കയ്യിൽ വെച്ചാലും നിങ്ങളുടെ കയ്യിലേക്ക് തന്നാലും ഇവിടെ ടേബിളിൽ വെച്ചാലും ഒന്നും ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണിത് ആണല്ലോ. ഇനിയിപ്പോ ഞാൻ എന്റെ കയ്യിൽ ഇപ്പൊ സാനിറ്റൈസറിന്റെ ബോട്ടിൽ കണ്ടില്ലേ നിങ്ങൾ? ഇതിന്റെ ഉള്ളിലുള്ളത് സാനിറ്റൈസർ ആണ് അല്ലെ. വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് അല്ലേ ഇത്? അപ്പൊ ഇത് എന്താണ്? ഇത് ലിക്വിഡ് ആണ്. ഈ ബോട്ടിൽ സോളിഡ് ആണെങ്കിൽ ഇതിന് ഉള്ളിലുള്ളത് എന്താണ്? ലിക്വിഡ് ആണ്. ഞാനിപ്പോ ഇതിപ്പോ സപ്പോസ് വാട്ടർ ആണെങ്കിൽ ഞാൻ ഇതിനെ ഈ ബോട്ടിലിന് എടുത്തിട്ട് ഈ ബോട്ടിലേക്ക് മാറ്റിയാലും ഈ ബോട്ടിലിന് എടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയാലൊക്കെ അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അക്കോർഡിംഗ് ടു ദ കണ്ടെയ്നർ അല്ലെ. ഏത് കണ്ടെയ്നറിലാണോ അതുള്ളത് അതിന്റെ ഷേപ്പിലേക്ക് അത് മാറുന്നുണ്ട്. അത് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് ആണല്ലോ. ഈ എന്റെ ചുറ്റുമുള്ള എയർ, നമ്മളൊരു ബലൂണിൽ എയർ നിറയ്ക്കുന്നത്, ഈ എയർ എന്ന് പറയുമ്പോൾ അത് എന്താണ്? അല്ലെങ്കിൽ വാട്ടർ വേപ്പർ, സ്റ്റീം ഒക്കെ ഉണ്ട് അല്ലെ, നമ്മൾ കാണാറില്ലേ ഇല്ലേ? അതൊക്കെ എന്താ ഏത് സ്റ്റേറ്റിലുള്ളതാണ്? അതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതെല്ലാം സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിക്കോട്ടെ, ഈ 3 സ്റ്റേറ്റിലും നമുക്കുള്ള ഈ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മാറ്ററിലൊക്കെ ഉള്ളത് എന്ത് തന്നെയാണ്? ഓരോന്നിലും എന്തുണ്ട്? അതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് കൊണ്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്നാ വിളിക്കുക. അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിനുള്ളിൽ വാട്ടറിന്റെ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, എയറിനുള്ളിൽ എയറിന്റെ അകത്തുള്ള അല്ലെ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ സ്റ്റീം ആയിക്കോട്ടെ, വാട്ടർ വേപ്പർ ആയിക്കോട്ടെ, ഇപ്പൊ എന്താണെങ്കിലും ശരി, ഏത് മാറ്റർ ആണോ ആ മാറ്ററിന്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഈ ബേസിക് യൂണിറ്റ്സ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. സോ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് എ large number of extremely small particles. These particles are so small that they cannot be seen even through a ordinary microscope അല്ലെ. ഒരു നോർമൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് പോലും വിസിബിൾ ആവാത്ത അത്രയ്ക്ക് എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഓരോ മാറ്ററിന്റെയും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ്, അതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ആണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ടുള്ള ഒരു MCQ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്റെ മക്കളെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യില്ലേ?
Question very simple. നോക്കണേ, which of the following statement is best describes, okay, which of the following statements best describes the constituent particles of a substance like chalk? അതാണ് നമ്മുടെ question. They are large grains that can be easily seen without a microscope. They are the basic building blocks that cannot be broken down further by grinding. They are only found in liquid and gases, not in solids. They are formed only when a substance is dissolved in water. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ആൻസർ എൻ്റെ മക്കളിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ, ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് എന്താണ് ഈ പറയുന്ന പോലെയുള്ള കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാപ്റ്റർ ഒക്കെ നമ്മളെ ബാച്ചിൽ യോദ്ധാ ബാച്ചിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യോദ്ധാ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇതാ താഴെ പോകുന്ന നമ്പർ നിങ്ങൾക്ക് കാണാം, കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മൺസൂൺ ഓഫർ ഉണ്ട്, അതായത് 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിലും. എന്നിട്ട് വേഗം പോന്നോളാം. അപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട, ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.